ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അറ്റ് ചൂസ് പിക്ചർ ജേണി. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു ഭവിഷ്യവാണി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ എന്താണ് ആ ഭവിഷ്യവാണി എന്ന് നോക്കാം നമുക്ക്. ഇവിടെ സമയം ചേഞ്ചിൻ്റേതായിട്ട് വന്നേക്കുകയാണ്. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു സമയം മാറുവാൻ പോകുകയാണ്. ഇവിടെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ലൈഫിൻ്റെ ആ ഒരു ചാബി നിങ്ങളുടെ കയ്യിൽ തരിക. അതായത് എവിടെ പോകണം, എന്ത് ചെയ്യണം, എന്ത് തീരുമാനം എടുക്കണം എല്ലാം നിങ്ങളായിരിക്കും, നിങ്ങളുടെ കൺട്രോളിലായിരിക്കും എല്ലാം, അല്ലാതെ മറ്റൊരാളുടെ കൺട്രോളിലായിരിക്കത്തില്ല. ഇവിടെ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നതാണ്. നിങ്ങളുടെ ആ ഒരു ജീവിതമാകുന്ന ആ ഒരു വീടിൻ്റെ ആ ഒരു കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ വരുന്നതായിട്ട്. ഇവിടെ ഈ ഒരു സമയം സിറ്റുവേഷൻ എങ്ങനെ തന്നെ ആയാലും അത് ലീഡ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിലായിരിക്കും. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തമായിരിക്കാം, യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് തരുന്ന ആ ഒരു ഉത്തരവാദിത്തമായിരിക്കാം ഇത്. കാരണം യൂണിവേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ഉത്തരവാദിത്വം നല്ല രീതിയിൽ തരണം. എന്തെന്ന് വെച്ചാൽ നിങ്ങൾ നല്ല രീതിയിൽ ഈ ഒരു ഉത്തരവാദിത്വം നിറവേറ്റുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ഈ ഉത്തരവാദിത്വം നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നത്. ഇവിടെ ഈ ഒരു സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഈ യൂണിവേഴ്സ് മുന്നിൽ നിർത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഒത്തിരി റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ നേരെ വന്നേക്കാം, പക്ഷേ നിങ്ങളത് നല്ല രീതിയിൽ വിനിയോഗിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പ്രാവശ്യം നിങ്ങൾക്ക് കുറച്ചൊന്ന് വിഷമം തോന്നും, പക്ഷെ പിന്നെ നിങ്ങൾ എല്ലാം ബാലൻസിൽ കൊണ്ടുപോകുന്നതാണ്. ഒരു വ്യക്തി അവരുടെ ആ ഒരു പവർ എന്താണെന്ന് മനസ്സിലാക്കും. അതുവരെ ആ വ്യക്തിയെ ഒരു ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളാണ് ഞാൻ എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷെ എപ്പോഴാണോ അവർക്ക് അവരുടെ പവർ മനസ്സിലാകുന്നത്, അപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാകും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ലേ ഭൂമിയിലെന്ന്. ഇവിടെ സിറ്റുവേഷൻ ഇങ്ങനെ ഉണ്ടാവുന്നതാണ്. അതായത് അവർ ആദ്യം സിറ്റുവേഷൻസ് തളർത്തിക്കളയും. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെ തളർന്ന അവസ്ഥയിൽ എങ്ങനെ മുന്നോട്ട് വരാം, അതിന് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എൻ്റെ പവർ എന്താണ്, അതൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. അപ്പോൾ സിറ്റുവേഷൻസ് മനഃപൂർവ്വമായിട്ട് നിങ്ങളെ തളർത്തുന്നതാണ്, നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. എത്ര പ്രാവശ്യം യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനെ ആകുന്നതാണ്, നിങ്ങളുടെ ആ ഒരു ഊർജ്ജം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം, അതിനു വേണ്ടി സിറ്റുവേഷൻസ് അങ്ങനെ ക്രിയേറ്റ് ആവുന്നതാണ് എന്ന്. ഇവിടെ നിങ്ങൾക്ക് പലപ്പോൾ ആൾക്കാർക്കുള്ള സംശയമാണ് നമ്മുടെ ഊർജ്ജം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന്. നമ്മുടെ ലൈഫിലെ സിറ്റുവേഷൻസ് നമ്മളുടെ ഊർജ്ജം മനസ്സിലാക്കുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. അത് ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേപോലെ നിങ്ങളുടെ ലൈഫിലും പല സിറ്റുവേഷൻസ് വരും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഊർജ്ജം എന്താണ് എന്ന്. ഓരോ വ്യക്തിക്കും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമുണ്ട്. ആ ടൈം ആകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആ ഊർജ്ജത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫസ്റ്റ് മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ്, നിങ്ങളുടെ ആ ഒരു ദേഷ്യം, നിങ്ങളുടെ ആ ഒരു വിഷമം, അതിലെല്ലാം നിങ്ങളുടെ ആ ഒരു കൺട്രോൾ ഉണ്ടാകും. അതാണ് ആദ്യം വരുന്ന മാറ്റം. മുന്നേക്ക് നിങ്ങൾ കൺട്രോളിലല്ല പെരുമാറിക്കൊണ്ടിരുന്നത്, പക്ഷേ ഇപ്പോൾ നിങ്ങൾ വളരെ കൺട്രോളിലാണ് പെരുമാറുന്നത്. മുന്നേക്ക് നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ നിങ്ങൾക്ക് ശാന്തമാവാൻ പാടായിരുന്നു, പക്ഷേ ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ശാന്തമാകുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഊർജം വിനാശം ചെയ്യാൻ വേണ്ടിയുള്ളതായിട്ടുള്ള ഊർജമല്ല. മുന്നേ അങ്ങനെയായിരുന്നു, എല്ലാവരോടും ദേഷ്യപ്പെടുക, കൺട്രോൾ ഇല്ലാത്ത സ്വഭാവം, വാക്ക് പറയുക, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നിങ്ങളുടെ ദേഷ്യം നിങ്ങളെ തന്നെ തെറ്റായിട്ട് മാറ്റിയിട്ടുണ്ട്. പല സിറ്റുവേഷനിലും ആൾക്കാർ നിങ്ങളെ തെറ്റായ രീതിയിൽ വിചാരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആൾക്കാർ നിങ്ങളുടെ ആ ഒരു ദേഷ്യത്തെ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാകാം, പക്ഷേ ഇപ്പോൾ നിങ്ങൾ കൺട്രോളിൽ ആയതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ പഴയതുപോലെ യൂസ് ചെയ്യാൻ സാധിക്കില്ല. മുന്നേ അവർ നിങ്ങളുടെ ദേഷ്യം യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സമയം എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ക്വാളിറ്റിയോട് കൂടിയുള്ള സമയമാണ് ഇപ്പോഴത്തെ സമയം. ഇവിടെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടാവത്തില്ല. കാരണം നിങ്ങളുടെ ആ ഒരു പവർ മനസ്സിലായി കഴിഞ്ഞു. നിങ്ങൾ ഇപ്പോൾ വളരെയധികം കൺട്രോളിലായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും പോകുന്നതും. ഇവിടെ അവസരങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഉയർന്ന് പറക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിക്കോളൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്.
ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച്, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ചേഞ്ച് യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരും. ആ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുമ്പോൾ കംഫർട്ടബിൾ സോണിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് പോകേണ്ട അവസ്ഥ വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസ് മജീഷ്യൻ്റെ ആ ഒരു സിറ്റുവേഷൻസ് പോലെ മാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. കൂടാതെ നിങ്ങൾ എല്ലാ സിറ്റുവേഷൻസും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ നിങ്ങളെ മാറ്റുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഏത് മോശം സിറ്റുവേഷൻ വന്നാലും നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരാളായിട്ട് നിങ്ങൾ മാറും. അപ്പോൾ ഇത് വളരെ നല്ലൊരു മാറ്റമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ സ്ഥിതികൾ നിങ്ങളെ ശക്തിഹീനനാക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ സമയം പറയുന്നത് ഒരിക്കലും നിങ്ങൾ ശക്തിഹീനരാവത്തില്ല. നിങ്ങൾ വളരെ സ്ട്രെങ്തോടു കൂടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നാണ്. മുന്നത്തെ നിങ്ങളുടെ എനർജി നോക്കുകയാണെങ്കിൽ, അത് കഴിഞ്ഞ് പോയ ആ ഒരു എനർജി നോക്കുകയാണെങ്കിൽ വീർപ്പ് മുട്ടൽ, ഭയം, ഒരു തളർച്ച, പേടി, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോയവരാണ്. വർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഉറക്കമില്ലായ്മ, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തവരാണ്. ഇതുകൂടാതെ നിങ്ങൾക്ക് OCD, അതായത് എന്തെങ്കിലും ഒരു കാര്യം ചിന്തിച്ചാൽ പിന്നെ അത് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനൊരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഈശ്വരൻ റിലേറ്റഡ് ആയിട്ടും നിങ്ങൾക്കിങ്ങനെ ചിന്ത ഉണ്ടാകും. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ അഴുവുക, കയ്യിൽ എന്തോ അഴുക്കുള്ളതുപോലെ, അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള OCD ഉണ്ടാവത്തില്ല. അതേപോലെ നിങ്ങൾക്ക് എന്തോ ഒരു OCD ഉണ്ടായിരുന്നു. ചില ആൾക്കാർക്ക് നിങ്ങൾ പോകുന്ന വഴി റിലേറ്റഡ് ആയിട്ടും സംശയമുണ്ടായിരുന്നു, കൺഫ്യൂഷൻ. അതായത് ഈ വഴി കൂടെ പോകണോ ആ വഴി കൂടെ പോകണോ എന്നൊക്കെയുള്ള പേടി. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്കും ഭയങ്കരമായിട്ട് OCDയുടെ ആ ഒരു പ്രശ്നമുണ്ട്. അതായത് 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ഒരു 20 മണിക്കൂറോ അല്ലെങ്കിൽ 14 മണിക്കൂറോ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സ്വഭാവമാണ് നിങ്ങൾക്ക്. ഉറങ്ങാൻ പോലും നല്ല വൃത്തി ഉറങ്ങാൻ പോലും സാധിക്കാതെ ചുമ്മാ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ ഭയങ്കരപ്പെട്ട 100 ചിന്തകളാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് വരണമെങ്കിൽ വേറെ ആരും നിങ്ങളെ സഹായിക്കത്തില്ല. നിങ്ങൾ തന്നെ നിങ്ങളെ സഹായിക്കണം. വേറെ ആരും സഹായിക്കാൻ പറ്റത്തില്ല. ഇവിടെ OCD നിങ്ങളോട് പറയണം, നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യൂ എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയണമെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യരുത്. അതിനെ മറന്നു കളയുക, അല്ലെങ്കിൽ റിലീസാക്കി കളയുക. ഇല്ല, ഞാൻ ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുക. നമ്മളത് ചെയ്യുമ്പോഴല്ലേ വീണ്ടും വീണ്ടും അത് നമ്മളുടെ മേലെ കൂടുതലായിട്ട് എഫക്റ്റ് ആവുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ റിലാക്സ് ആവാൻ ശ്രമിക്കുക. ഒന്ന്, ലൈഫ് ഒരിക്കലും നിങ്ങളെ ഇങ്ങനെ കെട്ടിവയ്ക്കത്തില്ല. ലൈഫ് നിങ്ങളെപ്പോഴും തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എവിടെ വേണോ പാറി പറക്കാം എന്നുള്ള രീതിയിൽ. ഇവിടെ ഈ ഒരു ലൈഫ് നിങ്ങളെ ചേഞ്ചിങ്ങിൻ്റെ ആ ഒരു വഴിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ചേഞ്ചിങ്ങിൻ്റെ ആ ഒരു സമയം ആദ്യം നിങ്ങളിൽ ഒരു ചേഞ്ച് കൊണ്ടുവരും. ഈ ഭ്രമത്തിൽ നിന്ന് നിങ്ങളെ പുറത്ത് കൊണ്ടുവരും. അന്ധവിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ചിന്തിക്കത്തില്ല. നിങ്ങൾക്ക് നല്ലതല്ലാത്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് മോശം വരുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കത്തില്ല. ഇനി നിങ്ങളുടെ ബുദ്ധി നിങ്ങളോട് പറയും എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന്. അപ്പോൾ അത് നിങ്ങൾ സമ്മതിച്ചു കൊടുക്കും. ഇവിടെ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നേരെയാക്കുക. കഫ് കോൾഡ് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അതും നേരെയാക്കുക. ഇവിടെ നിങ്ങളുടെ ഹൃദയം ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിക്കുന്നു, മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുക. ആ ഒരു ബുദ്ധിമുട്ട്. ഇവിടെ നിങ്ങളുടെ ആരോഗ്യം നേരെയാക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. നിങ്ങളുടെ ആ ഒരു ഹെൽത്ത് ഇഷ്യൂ എന്താണോ അത് മാറ്റേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി വിഷമങ്ങളുണ്ട്. ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളെ വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ നിന്ന് ധാരധാരയായ കണ്ണുനീർ ഒഴുകും. അത്രമാത്രം വിഷമങ്ങൾ ഉള്ളിൽ വെച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഒരു സപ്പോർട്ട് ഒന്ന് കിട്ടിയാൽ മതി നിങ്ങളുടെ ആ ഒരു വിഷമങ്ങളെല്ലാം പറയാൻ. അങ്ങനെ ഒരു ഇത് നിങ്ങൾക്ക് ഉണ്ട്. കാരണം അത്രമാത്രം പുറത്ത് ആരോടും പറയാതെ വിഷമിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ, സ്വയം ഉള്ളിൽ വിഷമിച്ച്. ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വിഷമിക്കുന്ന ആളാണ് നിങ്ങൾ, കരച്ചിൽ വരുന്ന ആളാണ് നിങ്ങൾ. ഇവിടെ ഒരു വ്യക്തിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കണ്ണുനീർ വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തി സത്യസന്ധനും ആത്മാർത്ഥതയുള്ള വ്യക്തിയാണെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ.
ഇവിടെ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരുടെ സിമ്പതിക്ക് വേണ്ടിയാണ് ഇങ്ങനെ കരയുന്നത് എന്നൊക്കെയാണ്. പക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന്. നിങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ കർമ്മത്തിൽ ബിലീവ് ചെയ്യുന്ന ആളാണ്, സത്യത്തിൻ്റെ മാർഗത്തിൽ കൂടെ പോകുന്നവരാണ്. ഇവിടെ നിങ്ങൾ ഇങ്ങനെ നടന്നിട്ട് പോലും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത് വളരെ വലിയ വിഷമമാണ്. അതായത് കള്ളം പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ സത്യം പറഞ്ഞിട്ടും എല്ലാവരും നിങ്ങളെ കള്ളിയായിട്ട് മുദ്ര കുത്തുന്നു. അതാണ് നിങ്ങളുടെ കൂടെ സംഭവിച്ചത്. ഇവിടെ മൂണിൻ്റെ ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് വേയിൽ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ ആ ഒരു ഹൃദയം വീണ്ടും നല്ല രീതിയിൽ സന്തോഷിക്കുന്നതാണ്. വീണ്ടും നിങ്ങൾക്ക് നല്ല ഒരു ജീവിതം ജീവിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഭാഗ്യം തിളങ്ങുന്ന ആ ഒരു സമയമാണിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയം. നിങ്ങളുടെ ആ ഒരു സൂര്യോദയം നടക്കുന്ന സമയം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്താണോ തെറ്റ് സംഭവിച്ചത് അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി നല്ലതാണ് സംഭവിക്കാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഉയർച്ചയിൽ പറക്കാൻ പോവുകയാണ് നിങ്ങളെന്ന്. ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കാണ് ഉള്ളത് എന്ന് ആലോചിച്ച് പേടിക്കേണ്ട. നിങ്ങളുടെ കൂടെ ദൈവത്തിൻ്റെ ആശീർവാദമുണ്ട്, പ്രൊട്ടക്ഷനുണ്ട്. എന്തോ നിങ്ങൾ വലിയ കാര്യം ചെയ്യും, ബിസിനസ് ചെയ്യുമോ എന്നോ അറിയത്തില്ല, എന്തോ വലിയ കാര്യം നിങ്ങൾ ചെയ്യും. അതിൽ ആൾക്കാരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു ടീമിനെ നിങ്ങൾ കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വാക്കുകളിൽ ആൾക്കാർക്ക് ഭയങ്കരമായിട്ടൊരു പ്രഭാവം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു വ്യക്തിയുടെ വാണിയുടെ ആ ഒരു പ്രഭാവം നല്ലതാണെങ്കിൽ അവർക്ക് ലീഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഒരു വ്യക്തി ലീഡ് ചെയ്യാൻ സാധിക്കും. അവരുടെ ആ ഒരു ബുദ്ധി മജീഷ്യനെ പോലെ വർക്ക് ചെയ്യുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്, ലീഡ് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് അവരുടെ ബുദ്ധിയുടെ ആ ഒരു പ്രഭാവം ഇങ്ങനെയായിരിക്കും. എന്ത് പ്രശ്നത്തിനുമുള്ള പരിഹാരം അവരുടെ കയ്യിൽ ഉണ്ടാകും. ഇവിടെ നിങ്ങളുടെ ബുദ്ധി നല്ലതാണ് എങ്കിൽ ആൾക്കാർ നിങ്ങളെ വിശ്വസിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങളെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനെ ഫൊർഗീവ് ചെയ്യുക, മനസ്സിൽ വച്ചുകൊണ്ടിരിക്കേണ്ട, ഫൊർഗീവ് ചെയ്യുക. കാരണം ഒത്തിരി ആൾക്കാർ നിങ്ങളെ ചതിച്ചിട്ടുണ്ട്. ആ ഒരു ചതിയിൽ നിന്ന് നിങ്ങൾക്ക് ഇതുവരെയും പുറത്തു വരാൻ സാധിച്ചില്ല, ഫൊർഗീവ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഈശ്വരൻ പറയുന്നത് നിങ്ങൾ ഫൊർഗീവ് ചെയ്യാനാണ്. ഇവിടെ ഒരു വ്യക്തിയുടെ മേൽ നിങ്ങൾ അന്ധവിശ്വാസം ചെയ്തു, ആ വ്യക്തിയാണ് നിങ്ങളെ ചതിച്ചത്. ഇവിടെ ഈശ്വരൻ പറയുന്നത് നിങ്ങളോട് സറണ്ടർ ചെയ്യാൻ. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു കാരണം ഇല്ലാതെ ഈശ്വരൻ പറയത്തില്ല. അപ്പോൾ നിങ്ങളത് ചെയ്യുക, സറണ്ടർ ചെയ്യുകയോ അല്ലെങ്കിൽ ഫൊർഗീവ് ചെയ്യുകയോ ചെയ്യുക, നിങ്ങളുടെ വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം. അപ്പോൾ നിങ്ങൾ ഈശ്വരനിൽ വിശ്വസിക്കുക. എന്ത് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിലും വളരെ നല്ലതായിരിക്കും നടക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. 555 നമ്പർ നിങ്ങൾക്കുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാകും. ചില ആൾക്കാർക്ക് 555 ആ ഒരു എനർജി ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ മുന്നേക്ക് നിങ്ങൾക്ക് ഇങ്ങനൊരു എനർജി കാണുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയായിരുന്നു. എന്തെങ്കിലും മോശം ചേഞ്ചസ് എൻ്റെ ലൈഫിൽ വരുമോ എന്നുള്ള പേടിയായിരുന്നു. ഇവിടെ 55 എനർജി മുന്നേ നിങ്ങൾക്ക് നെഗറ്റീവ് വേയിലാണ് കാര്യങ്ങൾ നടത്തിയത്. പക്ഷേ ഇനി 555 ആ ഒരു എനർജി പോസിറ്റീവ് വേയിലാണ് നിങ്ങളുടെ ലൈഫിൽ കാര്യങ്ങൾ നടത്താൻ പോകുന്നത്. ഇനി 55 ആ ഒരു എനർജി ഏത് രീതിയിലുമുള്ള ടെൻഷൻ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരുന്നില്ല, മറിച്ച് സന്തോഷമാണ് കൊണ്ടുതരാൻ പോകുന്നത്. 555 ആ ഒരു എനർജി നിങ്ങൾക്ക് ലാഭമായിരിക്കും തരാൻ പോകുന്നത്. ഇവിടെ ലാഭം എന്നുള്ള വാക്ക് കേൾക്കുക, പറയുക, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ലോട്ടസ് പൂ കാണുക, ഇല്ല എങ്കിൽ ഔള്, ആന, ഇതൊക്കെ കാണുന്നത് നല്ലതാണ് നിങ്ങൾക്ക്. ഇവിടെ ഭദ്രകാളി അമ്മയുടെ ഊർജ്ജ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. നവരാത്രി വരുമ്പോഴേക്ക് നിങ്ങളുടെ മനസ്സ് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നു. അമ്മയുടെ സ്തോത്രങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നു. ഈ അമ്മയെ കണ്ടിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് അമ്മയുടെ ഊർജ്ജം എൻ്റെ കൂടെയുണ്ട്, അമ്മ എന്നെ രക്ഷിച്ചോളും എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടാവുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ വീഴുമെന്ന് വിചാരിച്ചു, പക്ഷേ വീണില്ല, രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുറിവ് പറ്റുമെന്ന് വിചാരിച്ചു, പക്ഷേ നിങ്ങൾക്ക് മുറിവ് പറ്റിയില്ല, ലാസ്റ്റ് നിങ്ങൾ അവിടെ രക്ഷപ്പെട്ടു. അങ്ങനെയും പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് അമ്മയുടെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ഒരു സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഒരു പേടിയുണ്ട്. അതായത് നിങ്ങൾ ഒറ്റയ്ക്കാണ് പോകുന്നത്, ആരും സപ്പോർട്ടില്ല, നിങ്ങൾക്ക് ഭാവിയിൽ എന്താകും അവസ്ഥ എന്നൊക്കെയുള്ള പേടിയുണ്ട്. പക്ഷേ ഇവിടെ ഈശ്വരൻ പറയുന്നത് നിങ്ങൾ മുന്നോട്ട് പോവുക, അല്ലാതെ ഒരിടത്തും നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കേണ്ട ആവശ്യമില്ല, ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ട് ആലോചിച്ച് എന്നാണ് ഈശ്വരൻ പറയുന്നത്.
നിങ്ങൾ കുറച്ചൊന്ന് നിങ്ങളുടെ ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷന് പുറത്ത് വരാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല എന്നാണ് ഈശ്വരൻ പറയുന്നത്. ഇവിടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നു, ആ പ്രശ്നങ്ങളെയെല്ലാം നല്ല രീതിയിൽ ഒന്ന് പഠിക്കുക. എന്നിട്ട് ശ്രമിക്കുക എവിടെയാണ് തെറ്റ് പറ്റിയത് എന്ന്. എന്നിട്ട് നിങ്ങളൊരു ആക്ഷൻ എടുക്കുക. ചില സമയം മോശത്തിൽ ഒരു നല്ല നന്മ ഉണ്ടായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കുക നിങ്ങൾ. ഇന്ന് നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻ ഇങ്ങനെയാണ് എങ്കിൽ അതിൽ നിങ്ങൾക്ക് നല്ലതെന്താണ് സംഭവിച്ചത് എന്ന് ആദ്യം നോക്കുക. ഇവിടെ സമയം നിങ്ങൾക്ക് ഫ്രീഡം കൊണ്ട് തരികയാണ്. ഇവിടെ നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ നിങ്ങൾക്ക് നേരെ ന്യായം ഉണ്ടായിക്കഴിഞ്ഞു എന്ന്. ഇവിടെ ന്യായത്തിൻ്റെ കാര്യം പറയുമ്പോഴെല്ലാം നിങ്ങൾക്ക് തോന്നുന്നത് ഒരു വ്യക്തി നിങ്ങളോട് മോശം ചെയ്തു, അവർക്ക് അവരുടെ തെറ്റിൻ്റെ ശിക്ഷ കിട്ടണം, അങ്ങനെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഞാൻ പറയുന്നത് അതൊക്കെ ഈശ്വരൻ നടത്തി തരും. അവരുടെ കർമ്മഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു സന്തോഷം വെറുതെ നിങ്ങൾ കളയരുത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നതെന്ന് ആദ്യം നിങ്ങൾ നോക്കുക. നമുക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ ന്യായം എന്ന് പറയുന്നത് അതാണ്, നമ്മുടെ ലൈഫിൽ വരുന്ന പോസിറ്റീവ് ചേഞ്ചസ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഫ്രീഡം വന്നിരിക്കുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. മുന്നേയൊക്കെ എവിടെയെങ്കിലും സ്വതന്ത്രമായിട്ട് പോകാനൊക്കെ നിങ്ങൾക്ക് പറ്റില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് എവിടെ വേണോ പോകാൻ പറ്റുന്നു, ആരും നിങ്ങളെ തടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എങ്കിൽ നിങ്ങൾക്ക് ന്യായം ലഭിച്ചു കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. കുറേ ബേഡ്സിനെ ഒരുമിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉയർച്ചയിലേക്ക് പറക്കാൻ പോകുകയാണ്. സൗഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുകയാണ്. ഇവിടെ ഒരുമിച്ച് ഒത്തിരി സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഭാഗ്യത്തിൻ്റെ ആ ഒരു ചക്രം നിങ്ങൾക്ക് നേരെ കറങ്ങുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ലൈഫിൽ ഹാപ്പിനെസ് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എപ്പോഴാണോ നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നത് അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിലെ ബ്ലെസ്സിങ്ങിനെ നിങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. ഇവിടെ നിങ്ങൾ ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം നിങ്ങളോട് പറയുന്നത് റിലാക്സ് ആയിട്ടിരിക്കാനാണ്. ഒരു രീതിയിലുമുള്ള ചിന്ത നിങ്ങൾക്ക് വേണ്ട എന്നാണ് ഈശ്വരൻ പറയുന്നത്. ഇവിടെ നിങ്ങളെപ്പോഴും വീട്ടിലായാലും നിങ്ങളുടെ സ്വന്തക്കാരുടെ മുമ്പിലായാലും നിങ്ങളെയും കാട്ടി സ്ഥാനം മറ്റുള്ളവർക്ക് കൊടുക്കുക. അപ്പോൾ എപ്പോഴും നിങ്ങളും വേറൊരാളും കൂടെ തിരഞ്ഞെടുക്കാൻ പറയണമെങ്കിൽ നിങ്ങളെ തിരഞ്ഞെടുക്കത്തില്ല, ആ വ്യക്തിയായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ സ്വന്തം ആൾക്കാരിൽ പോലും നിങ്ങൾ ആരുമല്ലാത്ത അവസ്ഥയിൽ ജീവിച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒത്തിരി പ്രാവശ്യം അനുഭവിച്ചു. അതായത് സ്വന്തക്കാർ പോലും നിങ്ങളെ ചൂസ് ചെയ്യാതെ മറ്റുള്ളവരെ ചൂസ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി. അതായത് നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാർ എന്ത് ചെയ്താലും അത് നിങ്ങളുടെ മേൽ ഒരു ഇതും കൊണ്ടുവരത്തില്ല, എഫക്റ്റ് ചെയ്യത്തില്ല. മുന്നേ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് വിഷമം വരുമായിരുന്നു, ഇപ്പോൾ പക്ഷേ നിങ്ങൾക്ക് വിഷമം വരുന്നില്ല. ഇവിടെ ആ വ്യക്തി അവരുടെ കർമ്മം ക്രിയേറ്റ് ചെയ്തൊക്കെയാണ്, മോശം കർമ്മം. അതോട് അവരെ ആലോചിച്ച് നിങ്ങൾ വിഷമിക്കണം, നിങ്ങൾ ഫ്രീ ആവുക. ഈ ഒരു സമയം ഒരു വ്യക്തി അവരുടെ കണ്ണാടി കാണിച്ചു കൊടുക്കുന്നതാണ്, നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് എന്ന് അവരുടെ മുഖം തന്നെ കണ്ണാടിയിൽ കാണിച്ചു കൊടുക്കുന്നതാണ്. ഇവിടെ ഈശ്വരൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നാണ്. ഒത്തിരി നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എഴുതിയിട്ടുണ്ട്. ഒത്തിരി ഹാപ്പിനെസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നെഗറ്റിവിറ്റി റിലീസ് ആവേണ്ട സമയം വന്നിരിക്കുകയാണ്. ഇനി കുറച്ചും കൂടെ ഉണ്ട്, അതും റിലീസായി പോകുന്നതാണ്. ഇവിടെ നെഗറ്റീവായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെ വിഷമിപ്പിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളിലൊരു ഡിസ്റ്റൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ കുറച്ച് നിങ്ങൾ റിലാക്സ് ആവുക. ഈ ബേഡ്സിൻ്റെ കൂട്ടം ഒരുമിച്ച് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്ദി പറയുക യൂണിവേഴ്സിനോട്, എൻ്റെ ലൈഫിൽ ഇത്രയും സൗഭാഗ്യം എനിക്ക് തന്നതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എന്ന്. ഇവിടെ ഈശ്വരൻ പറയുന്നത് വീണ്ടും വീണ്ടും പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കരുത് എന്നാണ്. നിങ്ങൾ നല്ല രീതിയിൽ ആത്മാർത്ഥതയോടെ നിങ്ങളുടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ നിന്ന്. ഇവിടെ ഒരു വ്യക്തി, 2 വ്യക്തി, 3 വ്യക്തി ആരാണോ നിങ്ങളോട് മോശം ചെയ്തത് അവരോടെല്ലാം ഫൊർഗീവ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യാനാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. ഇനി നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ നിങ്ങൾക്ക് അധിക സമയം വേണ്ട എന്നാണ് ഈശ്വരൻ പറയുന്നത്. ഇനി നിങ്ങളുടെ ആ ഒരു ലൈഫിൻ്റെ ആ ഒരു ഗതി നല്ല രീതിയിലാവാൻ പോകുകയാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ ചില ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെ വിശേഷപ്പെട്ടതായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ പല പോസിറ്റീവ് ചേഞ്ചസും ഉണ്ടാകും, പക്ഷെ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യത്തില്ല.
അതായത് ചില ദിവസങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വളരെ വിശേഷപ്പെട്ടതായിരിക്കുമെന്ന് എഴുതി വച്ചിട്ടുണ്ട് നിങ്ങളുടെ ഭാഗ്യത്തിൽ. അന്ന് എന്തെങ്കിലും നല്ലത് സംഭവിക്കും. അതായത് നിങ്ങളുടെ ഈ ഒരു പൂർണ്ണ ലൈഫിൽ ആ ദിവസം നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഇന്ന ദിവസം എൻ്റെ ലൈഫിൽ നല്ലത് സംഭവിച്ചു എന്നുള്ള ഓർമ്മ നിങ്ങൾക്കുണ്ടാകും. ഏത് ദിവസത്തിലാണോ നിങ്ങൾക്ക് ഏറ്റവും വലിയ ദുഃഖം ലഭിച്ചത് ആ ദിവസത്തിലായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ ന്യായം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഒരു കാര്യത്തിൻ്റെ സംഭാവന 99% ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഏത് ദിവസമാണോ നിങ്ങൾക്ക് ദുഃഖം കിട്ടിയത് ആ ദിവസം നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷ നിമിഷമായിരിക്കും. കുറച്ചൊന്ന് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വിശ്വസിക്കുക. എന്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും നല്ലതാണ് സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കുക. ഈ ഒരു സമയവും കടന്നു പോകുന്നതാണ്. ഒത്തിരി നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതാണ്. അങ്ങനെ മാത്രം വിശ്വസിക്കുക നിങ്ങൾ. തമിഴിലൊരു പാട്ടുണ്ട് നയൻതാര, ഇതുവും കടന്നു പോകും, എതുവും കടന്നു പോകും. അതേപോലെ നമ്മുടെ ലൈഫിൽ എന്ത് വിഷമമായിക്കൊള്ളട്ടെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതും കടന്നു പോവും, ഇതും കടന്നു പോയി നല്ലത് വരും നമ്മുടെ ലൈഫിൽ എന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ ഡിഗ്നിറ്റി എപ്പോഴും നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക. അതിൽ ഒരു കോട്ടം തെറ്റാൻ നിങ്ങൾ ആരെയും അനുവദിക്കരുത്. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.